ഈഗിൾസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 537 ബാർ 2022 നമ്മുടെ കേരള പോലീസിന്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ലിസ്റ്റുകളാണ്. ഇതിനകത്ത് ഇടുക്കി, മലപ്പുറം ബറ്റാലിയനുകളുടെ ലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇടുക്കിയിലെ നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് 39.33 കട്ട് ഓഫ് ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റാണ് ഇടുക്കിയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഇത്തവണ മെയിൻ ലിസ്റ്റിൽ 494 ആളുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ 1000-ലധികം ആളുകൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന ലിസ്റ്റാണ്. ഇത്തവണ 494 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ നമുക്കറിയാം 407 അഡ്വൈസ് ആണ് കഴിഞ്ഞ ലിസ്റ്റിൽ, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം കണ്ടതാണ്. അവിടെ ഇത്രയും വലിയ ലിസ്റ്റിൽ നിന്ന് 407 പേര് മാത്രമാണ് അഡ്വൈസ് കഴിഞ്ഞ തവണ പോയത്. അപ്പോഴാണ് 494 പേര് മാത്രമുള്ള ഒരു മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിൽ എത്ര പേർക്ക് നിയമനം കിട്ടുമെന്ന് കണ്ടു തന്നെ കാണണം. ഒരു സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകൾ എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പായിട്ട് ഒരു കാരണവശാലും വിശ്വസിക്കരുത്. മറ്റു പല ഞാനിതോടെ പറയുന്നതിന് ഇത് പറയുന്നതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റു പല മാർഗ്ഗങ്ങളും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നെഗറ്റീവ് വീഡിയോ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ മുന്നിലുള്ള മറ്റ് CP ഉദ്യോഗാർത്ഥികൾ, നിങ്ങളുടെ തൊട്ട് മുന്നിൽ എക്സാം എഴുതിയ ആളുകളുടെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ജോലി കിട്ടുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക. മറ്റ് PSC പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ കൂടി സൈഡിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇടുക്കിയുടെ കേസ് അങ്ങനെയാണ്. 494 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിയമനത്തിന്റെ കാര്യമൊക്കെ ഇനി കണ്ടു തന്നെ കാണണം. ഇനി മലപ്പുറത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ ലിസ്റ്റിൽ 741 പേരാണ് നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിലൊക്കെ നിങ്ങൾ എത്ര അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 ആയിരുന്നു കട്ട് ഓഫ്. 839 പേർക്ക് മാത്രം അഡ്വൈസ് പോയിരുന്ന ലിസ്റ്റാണ്. 839 പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയത്. അവിടെയാണ് മെയിൻ ലിസ്റ്റിൽ 741 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും എത്രമാത്രം നിയമനങ്ങൾ നടക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോകൾ അല്ലെങ്കിൽ മറ്റ് ലിസ്റ്റുകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ലിസ്റ്റുകൾ വന്ന ആളുകൾക്കെല്ലാം ആശംസകൾ അറിയിക്കുകയാണ്. വീണ്ടും ഞാൻ ആ കാര്യം പറയുകയാണ്, ലിസ്റ്റുകൾ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജോലി കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൂടി പറഞ്ഞു പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും സംശയങ്ങൾ, ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.